നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ദിലീപിനെ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ നിരവധി പേർ അവരുടെ ഫ്രസ്ട്രേഷനും കരച്ചിലും സങ്കടവും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് ഭാഗ്യലക്ഷ്മിയും അവരുടെ പൊട്ടിക്കരച്ചിലുമാണ്. ഭാഗ്യലക്ഷ്മി നേരത്തെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത്തരം ഒരു പൊട്ടിക്കരച്ചിൽ നടത്തിയതാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു സ്ത്രീയുടെ കേസുമായി ബന്ധപ്പെട്ട് അവസാനം ആ കേസ് ഫേക്കാണെന്നും ഫാബ്രിക്കേറ്റഡ് ആണെന്നും മനസ്സിലാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോ വലിയ രീതിയിലുള്ള കരച്ചിൽ, ഒരുപക്ഷെ അതിജീവതയെക്കാളും കൂടുതൽ കരയുന്നത് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു പൊട്ടിക്കരച്ചിലിന്റെ പ്രസക്തി എന്താണ്? കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെയും ശിക്ഷിച്ചു. ഗൂഢാലോചന എന്ന ആരോപണമുള്ള 8ാം പ്രതി മാത്രമായ ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന കാരണം കൊണ്ട് ഭാഗ്യലക്ഷ്മി പൊട്ടിക്കരയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? കേരളത്തിലെ പൊതുസമൂഹം അന്വേഷിക്കേണ്ട, വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മഞ്ജു വാര്യരോട് താൻ പറഞ്ഞു, മഞ്ജു അവിടെ ഇറങ്ങുമ്പോഴേ പറഞ്ഞു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭാഗ്യലക്ഷ്മിയെയോ കേരളത്തിലെ സിനിമാ രംഗത്തുള്ള ആരെയെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനോ ഹാം ചെയ്യാനോ ശ്രമിച്ചതായി എന്തെങ്കിലും സൂചന ഭാഗ്യലക്ഷ്മിക്കുണ്ടായിരുന്നു? ഇപ്പോൾ സാധാരണഗതിയിൽ സ്വാഭാവികമായി ഇപ്പോൾ ഏതെങ്കിലും സിനിമകളിലൊക്കെ അവർക്കിഷ്ടമുള്ളവരെ വെക്കുക, അവർക്കിഷ്ടമുള്ള നടിമാരെ കൊണ്ടുവരിക, ഇഷ്ടമില്ലാത്ത നടിമാരെ പിന്തള്ളുക. ഇത് ദിലീപ് മാത്രമല്ല ചെയ്യുന്നത്. ഏത് രംഗത്തും, രാഷ്ട്രീയ രംഗത്ത് അത്തരം ഇടപാടുകളുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്ത് നേതാക്കന്മാരായി നിൽക്കുന്നവർ അവരുടെ പിണിയാളുകളെ മാത്രമേ രാഷ്ട്രീയത്തിൽ അവരോധിക്കുകയുള്ളൂ. മാധ്യമ രംഗത്ത് അവർക്ക് ഇഷ്ടവും താല്പര്യവുമുള്ളവരെ മാത്രം, ഒരുപക്ഷെ നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും വാർത്ത വായിക്കാനും പോലും അവിടുത്തെ മേലുദ്യോഗസ്ഥന്റെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കും അനുകൂലമായി നിൽക്കുന്നവരെ മാത്രമേ അംഗീകരിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് സിനിമാ രംഗത്ത്, എല്ലാ രംഗത്തും ഇതില്ലേ, എല്ലാ രംഗത്തും ഉള്ളപ്പോൾ ദിലീപിനെ മാത്രം ഏതോ ഒരു വലിയ കൊടും ക്രിമിനലായി ചിത്രീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? അയാളെ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും വീണ്ടും കൊടും ക്രിമിനലായി ചിത്രീകരിക്കാൻ അന്വേഷണ സംഘത്തോടൊപ്പം ഭാഗ്യലക്ഷ്മി, ഒപ്പം റിപ്പോർട്ടർ ചാനൽ, മറ്റു ചില ചാനലുകൾ, ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകൻ അവരുടെയൊക്കെ വിഷമവും അവരുടെയൊക്കെ സങ്കടവും, അതായത് ദിലീപിനെ ക്രൂശിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ 8 വർഷമായി ആവശ്യമില്ലാത്ത ഒരു പൊതുബോധം, അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന കേസിൽ കോടതി മെറിറ്റ് അനുസരിച്ച് വിധി പറയട്ടെ എന്ന് ചിന്തിപ്പിക്കാൻ പോലും അവസരം കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നൽകാതെ മുന്നോട്ട് വന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ചാനലുകളിൽ കയറി ഇറങ്ങി രാവിലെ മുതൽ രാത്രി വരെ ദിലീപിനെ തൂക്കിലേറ്റും ദേ ഒരു കൊട്ട തെളിവുകൾ തങ്ങളോടെ കൊണ്ട് മറിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരെയും കൂടെ കൊണ്ടു നടന്നവരാണിവർ. അതുകൊണ്ട് തന്നെ തോറ്റുപോയപ്പോൾ വലിയ സങ്കടം ഇവർക്കുണ്ടാകും, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് വീണ്ടും ഇനിയും കോടതികളുണ്ടല്ലോ. അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല. അയാളെ വെച്ച് ബി ഉണ്ണികൃഷ്ണൻ സിനിമ എടുത്തു. അപ്പോ ജോസ് തോമസ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അയാളുടെ തൊഴിൽ, അയാളൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള അവസരമില്ല. എവിടെയാണ് കേസുകളിൽ പ്രതിയായവരാരും ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ? പിന്നെ ഒരാൾ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടണമെന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കോടതി കുറ്റവിമുക്തനാക്കിയാൽ പോലും ഞങ്ങൾ ആരും അയാളെ വിടില്ല, അയാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഏതുതരം സ്വഭാവമാണ്? ഇനി അതും പോട്ടെ, അയാളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലോ അവരെയും കൂടി ഉപദ്രവിക്കുകയാണ്. അയാൾക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ 2 അഭിപ്രായം ഉണ്ടാകില്ലേ? ഏത് വിഷയത്തിനും വാദിക്കും പ്രതിക്കും, ഏത് കേസിലും വാദിക്കും പ്രതിക്കും പറയാനുണ്ടാവില്ലേ? ഇവിടെ ദിലീപിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. 16 വയസ്സ് മുതൽ പൾസർ മോഷ്ടിച്ച, നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയ പൾസർ സുനിയെയാണ് ഇവർക്ക് വിശ്വാസം. ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ഇരയോടൊപ്പം നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായ, നമുക്കറിയാം പൾസർ സുനി എന്ന പേര് വന്നത് പൾസർ ബൈക്ക് മോഷ്ടിച്ചു തുടങ്ങിയത് കൊണ്ടാണ്. അയാൾ നേരത്തെയും ഇത്തരത്തിലുള്ള പല കേസുകൾ പ്രതിയാണ്. ഇനി ധന്യ രാജേന്ദ്രൻ കഴിഞ്ഞ 13 മാസമായി ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, ആ ന്യൂസ് മിനിറ്റിനെ പറ്റി ആർക്കറിയാം? ഇത്തരം വിവാദ വിഷയം, കട്ടിംഗ് സൗത്ത്, ഇത്തരം വിവാദ വിഷയങ്ങളിൽ മാത്രം ഇടപഴകുന്ന ഒരു ഓൺലൈൻ സൈറ്റാണ് ന്യൂസ് മിനിറ്റ്. ഈ ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ടർ കഴിഞ്ഞ 13 മാസമായി പൾസർ സുനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും പൾസർ സുനിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്ന ലേബലിൽ പൾസർ സുനിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് വ്യക്തം. അത് തന്നെയാണ് റിപ്പോർട്ടർ ചാനലും ചെയ്തത്. റിപ്പോർട്ടർ വലിയ സ്റ്റാർ ആണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ ഇപ്പോൾ ഈ മനുഷ്യനാണ് വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്നുണ്ട്.
ആ മനുഷ്യന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2-3 വാർത്ത എടുത്ത് നോക്കി അറിയാം ആ മനുഷ്യൻ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. റിപ്പോർട്ടർമാരൊന്നും നല്ല റിപ്പോർട്ടർമാരല്ലെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ പലപ്പോഴും സ്ഥാപനങ്ങളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും പുറകെ പോകുന്നു എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നോക്കൂ, റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞ കുറേ ദിവസമായി റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എത്ര വർഷമായി റിപ്പോർട്ടർ ചാനൽ പരിപാടി തുടങ്ങിയിട്ട്. റിപ്പോർട്ടർ ചാനലിന് ഒരു പ്രത്യേക താല്പര്യം, അതായത് ആക്ടിവിസം, ജേർണലിസം എന്ന് പറയാൻ പറ്റില്ല, ആക്ടിവിസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർക്ക് പൾസർ സുനിയുമായി എന്തായിരുന്നു ബന്ധം? റോഷിയേട്ടൻ എന്നാണ് പൾസർ സുനി വിളിക്കുന്നത്. ദിലീപിനെ പോലും ദിലീപ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ദിലീപ് കൂട്ടുപ്രതിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദിലീപിനെ പോലും ദിലീപ് എന്ന് വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൾസർ സുനി റോഷിപാലിനെ റോഷിയേട്ടൻ എന്ന് വിളിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇതിലൊക്കെയുള്ള ഇടപെടലുകൾ. ഞാൻ ഈ പറയുന്നത് എനിക്ക് ആരോടും വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടല്ല. മാധ്യമ പ്രവർത്തനത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. മാധ്യമ പ്രവർത്തനം സത്യസന്ധമായിരിക്കണമെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഫാസിസം എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് ഫാസിസം ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയാത്ത നാടായി കേരളം മാറുന്നത്? ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഏറ്റവും മോശക്കാരാക്കി ചിത്രീകരിക്കാനാണ് സോഷ്യൽ മീഡിയ അടക്കം ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പണം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞുവെന്ന്. ഞാൻ പണം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്ന് പലപ്പോഴും എൻ്റെ വാർത്തകൾക്കിടയിൽ പറയുന്നുണ്ട്. ഞാൻ നിയമം പഠിച്ചിട്ടാണ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോ വാർത്തയും എടുത്തു നോക്കൂ. ആ പറഞ്ഞിട്ടുള്ളതിനപ്പുറത്തേക്ക് മറ്റേനാൾ വിധി വരുമ്പോൾ ഇവർ പറഞ്ഞതെല്ലാം കള്ള കഥയായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്ക് കോടതികളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതിനിടയിൽ ഏതോ ഒരുത്തൻ വന്ന് പറയുന്നത് കേട്ടു, അയാൾ ഏതോ തട്ടിപ്പ് നടത്തിയ ഒരാളാണ്, കുറേ കേസുകളിലൊക്കെ തട്ടിപ്പ് നടത്തിയ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അയാൾ വന്ന് ഏതോ വിസ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾ വന്ന് പറയുന്നു, ജഡ്ജി എഴുന്നേറ്റ് നിന്നു. ബാറും ബെഞ്ചും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണത്. സാധാരണഗതി നിങ്ങളാരും കോടതി പോകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത്. കോടതി കേസ് തുടങ്ങുന്നതിന് മുമ്പ് ചേംബറിൽ നിന്ന് ജഡ്ജി എത്തുമ്പോൾ ജഡ്ജി കോടതിയെ വണങ്ങിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കോടതിയെ വണങ്ങുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ദിലീപ് കയറി വന്നത്. കാരണം നമുക്ക് അതിന് മുമ്പത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ആ വിഷ്വൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാനപ്പോൾ പറയുന്നുണ്ട്, അഭിഭാഷകരെല്ലാം ഇറങ്ങി വരുമ്പോൾ, അഭിഭാഷകരുടെ ഒപ്പം ദിലീപ് ഇറങ്ങി വരുമ്പോൾ അവരെ മുന്നോട്ട് പോകാതെ മാധ്യമ പ്രവർത്തകരോട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അഭിഭാഷകരിൽ ചിലർ പറയുന്നുണ്ട്, സമയം പോകുന്നു, കോടതി കയറി കാണുമെന്ന്. അപ്പോൾ ഒരു പക്ഷേ ആ സമയത്തായിരിക്കാം ദിലീപ് അങ്ങോട്ട് കയറി ചെന്നത്. ഉടനെ അതിങ്ങനെയാക്കി. കോടതി കാണാത്തവനാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്തരം വിഷയങ്ങൾ കോടതികളെയും നിയമ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് വേറെ എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ എന്ന് കൂടി ആലോചിക്കണം. ആ അജണ്ട കൂടി കണ്ടെത്തുന്നുണ്ട്. കാരണം ഇതിലെ ഈ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ആ ചാനലിന്റെ ഇടപെടൽ, അതിലുള്ള ചില നടിമാരുമായുള്ള ഇവരുടെ ബന്ധങ്ങൾ, അതുപോലെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഈ വന്ന ആളുടെ വിഷയം പോലും കോടതിക്ക് മുന്നിൽ എത്തേണ്ടതാണ്. ഇതാരാണ്, എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം, എന്തായിരുന്നു ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു പരത്താനുള്ള ഉദ്ദേശം എന്ന് കൂടി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും അതുപോലെ ഒരു അഭിഭാഷക കണ്ടിട്ട് അഭിഭാഷക ഒരു ബേസിക് നോളജ് ഉള്ള ഒരു അഭിഭാഷക അങ്ങനെ ഒരിക്കലും പറയില്ല. അത്രയും ബേസിക് നോളജ്, അല്ലെങ്കിൽ വിധി വരും വരെയെങ്കിലും കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കാതെ അഭിഭാഷക കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാനൊന്ന് പോയി നോക്കി. എനിക്ക് തോന്നുന്നു എന്തോ സ്റ്റേയും ഹോം സ്റ്റേയും ഒക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ കാർഡിൽ എഴുതിയിരിക്കുന്നു ലീഡിംഗ് ലോയർ ഇൻ ഹൈക്കോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫാമിലി കോർട്ടിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഫാമിലി കോർട്ടിൽ ക്രിമിനൽ കേസ് നടത്തി പരിചയമുള്ള ആളാണോ എന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും അവർ നടത്തിയിട്ടുള്ള ആ പ്രകടനം അവരുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ അറിയാം. ലോകത്ത് ആരെങ്കിലും അവരെക്കുറിച്ചൊരു ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവരുടെ വീഡിയോ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കോട്ടൂര് വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ വക്കീലിന് ഉണ്ടാവാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും കോടതികളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ കോടതികളെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ, ആ നിയമവ്യവസ്ഥയെ ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇവർ നടത്തിയതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.